നമ്മള് സോളാറിന്റെ ചൂടിൽ ആണ് ഇന്ന് ഡയറി മിൽക്ക് ഉരുക്കാൻ വെച്ചേക്കണത്. എന്തായി നോക്കാം. തൊട്ട് നോക്കിയേ. കടിക്കുക. അപ്പൊ വീട്ടിൽ പോണതല്ലേ ഒരു പുതിയ വിഭവം വേമ്പാ. അതല്ല, എനിക്ക് ഒരുവിധമൊന്നും ഇഷ്ടപ്പെടുന്നതല്ല യൂറോപ്പിനൊന്നും. സ്ട്രോബെറി ഇരിപ്പുണ്ട്, ഇനി ഡിപ്പ് ചെയ്യേ. അപ്പൊ ശരിക്ക് കേറും അതിലേക്ക്. എങ്ങനെയുണ്ട് അമ്മ? എന്നാ പോരാഞ്ഞ്? അതെ, വെയില് പോയല്ലോ. വെയില് പോയി. നമുക്ക് ഏതായാലും വെച്ച് നോക്കാം. അമ്മ പറയുന്നത് ഡബിൾ ബോയിലിങ്ങിന് പകരം ഞങ്ങളുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കാൻ വെക്കുക. ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മറ്റേ രീതി ചെയ്യാം. എവിടെയാ വെക്കണേന്ന് പറ. അല്ല, അതാ പറഞ്ഞ കണ്ടു നോക്കാൻ. നാച്ചുറൽ ആയ, അതെ, വെയിലുള്ള സോളാർ. കുറച്ച് കഴിയുമ്പോ ഇവിടെ വെയിൽ വരുന്നേ. ഇവിടെ വെച്ച് കവറങ്ങ ഇത് ചെയ്യാ. എന്താ, അല്ലെങ്കിൽ മെൽറ്റ് ആവുമ്പോഴേ കവറയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലേറ്റിലാകുമ്പോ പിന്നെ പ്ലേറ്റിലേ നിന്ന് നമുക്ക് മുക്കി എടുക്കാലോ. ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഇതിലൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ട്. ഇത് തീരും. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് ചെയ്യാന്ന് കരുതി ഇല്ലേ. കുറച്ച് കഴിയുമ്പോ ഇടയ്ക്ക് വന്ന് നോക്കാം വെയിലൊക്കെ ഉണ്ടോ. അത്രയോ വേണോന്ന് തോന്നുള്ളൂ. വേണ്ട, ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് തീരുവ തന്നെയല്ല, പർപ്പസ് നടക്കൂല. ഇത്രയും കിട്ടി, സമാധാനം. ഇങ്ങനെ അങ്ങ് അടർത്തി വെച്ചാലേ ചിലപ്പോ ആയിക്കോളും. അതല്ലേ നല്ലത്. അതെ, ഫുഡ് കവർ വെച്ചില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഇതിലുണ്ടാവൂല അല്ലേ. അങ്ങനെ ഇരുന്നാ മതി. അല്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. മതി, കാരണം മുക്കി എടുക്കാൻ വേണ്ടേ. അതുണ്ടാവൂല. മൂടട്ടെ എന്നാ. മൂടിയിട്ട് നമുക്ക് വെയിൽ മാറുന്നതനുസരിച്ച് മാറ്റി മാറ്റി വെക്കാം. ഈ ഫുഡ് കവർ വെക്കാതിരിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നേരിട്ടടിക്കും. പക്ഷെ കാക്കം ഉണ്ടാവും, സാധനം ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഞങ്ങൾ കവർ ചെയ്യണം. ആ വെയിൽ വന്നു കവർ ചെയ്യണത്. മാറിക്കോ, കവർ ചെയ്തിട്ട്. തലവേന പിടിക്കും ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഇത് ഉരുകി കഴിഞ്ഞിട്ട് അതിന്റെ പരിപാടി കാണിക്കാട്ടോ. അതെ, ആ സമയത്ത് അടുക്കളയില് ചവറ് കണക്ക് കുറച്ച് കാലത്തെ പാത്രം കഴുകാനുണ്ട്. ഞാൻ കഴുകിയേച്ച് വരാം, എന്നിട്ട് അടുത്ത കുക്കിംഗ് തുടങ്ങാം കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മക്കേ വെയിലത്ത് വെച്ചിരുന്ന സംഭവം എന്തായെന്നൊന്ന് നോക്കാം. ഡബിൾ ബോയിലിങ്ങിന് പകരം വെയിലത്ത് വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വെച്ചേക്കുവാ. സോളാർ. അതെ അത് തന്നെ. ഇപ്പൊ നമ്മുടെ ബിജുവിനോട് പറഞ്ഞാലോ ഒരു സോളാറിന്റെ കാര്യം. അതെ, നമ്മള് സോളാറിന്റെ ചൂടിൽ ആണ് ഇന്ന് ഡയറി മിൽക്ക് ഉരുക്കാൻ വെച്ചേക്കണത്. എന്തായി നോക്കാം. അതാണ് അമ്മ ഇന്ന് കണ്ണാടിയൊക്കെ വെച്ച് എത്തിയേക്കണേ. അത് നോക്കാൻ വേണ്ടി. അതെ, ശരിക്കും പെർഫെക്റ്റ് ആവണ്ടേ, എന്നാലല്ലേ നമ്മുടെ പരിപാടി നടക്കൂ. അതെ, നമുക്ക് നോക്കാം. നല്ല വെയിലാട്ടോ. കൊറേ നേരം കഴിഞ്ഞു കേട്ടോ. ഫുഡ് കവർ അങ്ങ് മാറ്റി വെച്ച് വെയിലത്തൊന്നും മാറാം. അയ്യോ, വെയിലത്ത് ഒരു രക്ഷയില്ല. തൊട്ട് നോക്കാം. ഇച്ചിരി ആവാനുണ്ടെന്ന് എനിക്ക് തൊട്ട് നോക്കിയേ. കയ്യപ്പട്ടി പിടിച്ചു തുടങ്ങി. ഇനി വെക്കണ്ട. ഇനി കൈ കൊണ്ട് അങ്ങ് സ്മാഷ് ചെയ്താൽ മതിയായിരിക്കും. കൈ കൊണ്ട് സ്മാഷ്മെന്റ് ചെയ്യണ്ടതേ. അയ്യോ, ഇതെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ചെയ്തോ, അല്ലെങ്കിൽ വായിലേക്കൊക്കെ പോണ്ട്. നമുക്ക് അകത്ത് പോയി ചെയ്യാം. അതെ, അതായിരിക്കും നല്ലത്. ഓക്കേ. അപ്പൊ ഒരു പുഞ്ചിരി സോളാർ എന്ന് പറഞ്ഞപ്പോ സോളാറോന്ന് പുച്ഛിച്ചതാ നമ്മളെ. നമുക്ക് ഏതായാലും ശരിയാക്കി എടുക്കാം. പുച്ഛിച്ചതല്ല, അത്ഭുതപ്പെട്ടതാ. നമുക്ക് കിച്ചണിൽ വെച്ച് ഇതാക്കാം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെ, ഞെക്കി പൊട്ടിക്കാൻ അമ്മ പിന്നെ വിദഗ്ധയാ. ഞെക്കി പൊട്ടിക്കണ്ടാവച്ചേ, നമുക്ക് ശരിയാക്കാം. അപ്പൊ സാധനം എടുത്ത് വെച്ചില്ലല്ലോ മോനെ, അത് കുഴപ്പമില്ല അല്ലേ. അതൊന്ന് കഴുകാം. എല്ലാം ഉരുകി നല്ല മെൽറ്റായി. ഇനിയിപ്പോ ഡബിൾ ബോയിലിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബോയിലിംഗും വേണ്ട. നാച്ചുറൽ ആയിട്ട് കൈ തുറന്ന കാര്യമുള്ളൂ അല്ലേ. ഞാൻ വിചാരിച്ചതേ നീ അന്നേരം പതുക്കെ ആയി തുടങ്ങിയെന്ന് പറഞ്ഞ് ഇച്ചിരി നേരം കൂടെ വേണ്ടി വരുമെന്ന ഉദ്ദേശം. എത്ര സമയം ഇരുന്നടി? അതിപ്പോ അരമണിക്കൂർ എങ്ങാണ്ടായിരുന്നു. ഇതിന് അരമണിക്കൂറിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും അരയില്ലാന്ന് തോന്നുന്നു. അത് ഈ ടൈലിട്ട മിറ്റവും വെയിലും നേരിട്ടടിക്കുമല്ലോ. പിന്നെ ഫുഡ് കവർ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിലും പെട്ടെന്നായേനെ. നമ്മള് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പിന്നെ കിളികളൊക്കെ
മതി. ഇത് നമുക്ക് ഇതിൽ മുക്കി അങ്ങ് കഴിക്കാം. അത് നീ കഴിച്ചോട്ടെ, മധുരമായിരുന്നു. അമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും. ആദ്യം ചെയ്താൽ മതി. ഞാൻ അല്ല, ആദ്യം അമ്മ ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്ത് വരുമ്പോ ഇച്ചിരി സമയം എടുക്കും. എനിക്ക് മുടിയൊക്കെ ചീകാനുണ്ട്. സ്ട്രോബെറി എടുത്ത് കഴുകണം അല്ലേ? ഞാൻ കഴുകിയെടുക്കാം. 3 എണ്ണം മതി, 3 പേർക്ക്. നല്ലത് നോക്കിയെടുക്കാം. നല്ല ഷേപ്പ് ഉള്ളത് നോക്കിയെടുക്കണം. നീ കടിച്ചാ? ചിലപ്പോ ഞാൻ കടിച്ചായിരിക്കും. ഞാനിത് കഴിക്കാനുള്ളതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. 3 എണ്ണം നല്ല ഷേപ്പ് ഉള്ളത് എടുത്തോ. മതി മതി. പോരെ? അത് വേണ്ട, 3 എണ്ണം മതി. ബാക്കി നമുക്ക് സ്മൂത്തി വല്ലതും ഒക്കെ അടിക്കാം. അതെ. കഴുകിയെടുക്കാം. വൈറ്റ് സോസ് വേണം. സംഗതി എത്തി. ഇത് എടുക്കുക, ഇതില് മുക്കുക, കഴിക്കുക. ഇതില് മുക്കാനേ ഇതൊന്ന് കട്ട് ചെയ്യണ്ടേ? വേണ്ട വേണ്ട, അല്ലാതെ തന്നെയാ കഴിക്കണ്ടേ. ആണോ? ആദ്യം മുക്കുക. മുക്കിക്കോ. ഇങ്ങനെ മുക്കുമ്പോ പിടിക്കണ്ടല്ലോ. ഏഹേ, അത് പിടിക്കും. അതാ കുറച്ച് കോലാഹലായല്ലോ. കഴിച്ചു നോക്കാം. കടിക്കുക. നല്ലതാ. ആണോ? പുളിപ്പൊട്ടും ഫീൽ ചെയ്യൂല. ഇല്ലേ? ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വരുമ്പോ നല്ല ടേസ്റ്റാ. 3 പോരാ. ഞാൻ ഏതായാലും ഒരു 2-4 ടൈം ആണെങ്കിൽ നോക്കട്ടെ. നിന്റെ വയലിച്ചിട്ട് വെച്ച് തരാം. അല്ല, പെരണ്ടിരിക്കണത്. പെരണ്ടിരിക്കണ നന്നായിട്ട് പെരണ്ട് കിട്ടും. നല്ലാണോ? ആരോ എഴുതി അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും അത് ചെയ്തിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന്. പക്ഷെ എനിക്ക് ഒരുവിധം ഒന്നും ഇഷ്ടപ്പെടുന്നതല്ല. അതെ, ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ ഞാൻ അധികം സംസാരിക്കാറ്. ചോക്ലേറ്റ് എടുക്കുക. കൊള്ളാലോ. നൂറില 99.5. ആഹാ, കൊള്ളാപ്പോ. സംഗതി തകർത്തു. എന്റെ മാർക്ക് അത്രയും കൊടുത്തു അപ്പൊ മാർക്ക്. അപ്പൊ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എനിക്ക് ഇനി ഇതിന്റെ കൂടെ തിന്നണതാ ഇഷ്ടം. ഇനി ഇവിടെ സ്ട്രോബെറി വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇരിപ്പുണ്ടെങ്കിൽ സ്ട്രോബെറി ബോക്സിൽ ചിലപ്പോ സ്ട്രോബെറി അത്രക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലൊരു വെറൈറ്റി ടേസ്റ്റും നല്ലൊരു റിച്ച് ലുക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി അപ്പയുടെ കൂടെ ചോദിക്കാം. അപ്പക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഞാൻ ഒരുവിധമൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അപ്പ ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ പോകാനിറങ്ങും. അതേ നമുക്ക് ചോദിക്കാം. അപ്പൊ വീട്ടിൽ പോണതല്ലേ? ഒരു പുതിയ വിഭവം വേമ്പാ. ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞേരെ. അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞേ. 199 കൊടുത്തു ഞാൻ. ചുമ്മാ മുക്കി. അതല്ല, എനിക്ക് ഒരുവിധമൊന്നും ഇഷ്ടപ്പെടുന്നതല്ല യൂറോപ്പിനൊന്നും. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് വെച്ച് പറഞ്ഞേരെ. സോളാറിൽ ഉരുക്കിയ ചോക്ലേറ്റാ. കുറച്ചായിട്ട് കഴിക്കാലോ. ചുമ്മാ ഡിപ്പ് ചെയ്യുമ്പോ ആയിക്കോളും, ഒരു പറ്റി പിടിച്ചോളും. അങ്ങനെയല്ല. എന്നിട്ട് പിന്നെ ബൈറ്റ് ചെയ്ത് കഴിക്കുക. എന്നിട്ട് പറയാൻ സ്ട്രോബെറി ഇരിപ്പുണ്ട്. ഇനി ഡിപ്പ് ചെയ്യേ. അപ്പൊ ശരിക്ക് കേറും അതിലേക്ക്. എങ്ങനെയുണ്ട്? അത് എടുക്ക്. അങ്ങനെ കിടക്കണം. എനിക്കിഷ്ടം. ആണോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഒത്തിരി പേര് നല്ലതെന്ന് പറയുന്നുണ്ട്. പുറം രാജ്യങ്ങളിലാണ് ഇതിന്റെ ട്രെൻഡ് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലവരായ വിദേശത്തുള്ള വ്യൂവേഴ്സ് ഒക്കെ ഇതിനൊന്ന് കമന്റ് ഇടുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പയുടെ അഭിപ്രായം അപ്പൊ പറഞ്ഞേരെ. സ്ട്രോബെറി കുറെ ആണോ? വേണമെങ്കിൽ എടുത്തോ കഴിക്കാമെങ്കിൽ. വേറെ ഉണ്ട് ഇഷ്ടം പോലെ. ചോക്ലേറ്റാ. മധുരം കഴിക്കണ ഇഷ്ടം. കൊള്ളാം അല്ലേ? കൊള്ളാം. പുളി അങ്ങനെ ഫീൽ ചെയ്യണില്ല അല്ലേ?
നല്ല സാധനടി. ആണോ? കൊള്ളാം. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇനി അപ്പൊ വരുമ്പോ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കണം. 1:45 അപ്പൊ നീ ഊണുമേശയിൽ ഇരുന്ന് വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് കഴിച്ചോ. ഞാൻ അങ്ങ് വെക്കാം. ഫുഡ് കവർ ഇട്ടും കൂടെ ഒരു സ്ട്രോബെറിയും കൂടെ കഴുകി വെക്കാം. കാരണം എന്നാന്നോ, നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ആണോ? ഞാൻ ചിലപ്പോ ഈ സ്ട്രോബെറി ഇനിയിപ്പോ വൈകുന്നേരം എത്ര കാണുന്നറിയില്ല. ഇത്രയും വെച്ചത് നന്നായില്ല. പിന്നെ ഓരോത്തിനും എടുക്കാം. സ്മൂത്തിക്കൊന്നും ഉണ്ടാവുന്ന എന്റെ മോള് പ്രതീക്ഷിക്കുന്നു. അത്രക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാലോ. അപ്പൊ 2 അപ്പൊ എടുക്കാൻ പോണുണ്ടായി. മേശയിട്ട് വെക്കാട്ടോ. അപ്പയുടെ ടെൻഷൻ ഇത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നതാണ്. ആരും വിഷമിക്കണ്ട. ബാക്കി അത് വൈകുന്നേരം ആകുമ്പോ തീർന്നിരിക്കും. അതെ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ മേശയിൽ കൊണ്ടു വെച്ചേരാം. കഴുകിയിട്ടുണ്ടേ, കഴിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മേശയിട്ട് വെച്ചേക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഫ്രിഡ്ജിൽ വെക്കാലും കേടായാലോ. പോലെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് നീ ടേസ്റ്റ് ചെയ്യും. മാറ്റി നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതി. അതെ, അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കുന്നതല്ല. ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പൊ ദേ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അതെ, ലാസ്റ്റ് ട്രൈ ഞാനാണ്. ഫൈനൽ ട്രൈ. ദേ ഇതിങ്ങനെ കോരി അങ്ങ് എടുക്കുക. കണ്ടോ? ഇത്ര എടുക്കണം കേട്ടോ. ഇത്രയൊന്നും എടുക്കണമെന്നില്ല. ഞാൻ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ എടുത്തത് കേട്ടോ. കണ്ടോ? ദേ എൻ്റെ കയ്യിലൊക്കെ ഒലിച്ചു തുടങ്ങിട്ടോ. നല്ല രുചിയാ. നല്ല രുചി. അമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇറ്റ്സ് വെരി വണ്ടർഫുൾ. ഇത് നല്ല ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇറ്റ്സ് സൂപ്പർ ടേസ്റ്റി. എനിക്ക് തോന്നുന്നു ഡയറി മിൽക്ക് ആയിട്ടാണ് തോന്നുന്നു ഇത്രയും ടേസ്റ്റി ആയ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. സ്ട്രോബെറിയുടെ പുളി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് അറിയേണ്ട ഒരു രുചിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മിക്കവാറും ഞാൻ ഇങ്ങനെ തന്നെ തീർക്കും. വണ്ടർഫുൾ. ഇത്രയും രുചി ഇതിനുണ്ടാവും ഞാൻ കരുതിയില്ല കേട്ടോ. ആ ഡയറി മിൽക്കിന് നല്ല രുചിയാണല്ലോ. അതും കൂടെ വന്നപ്പോഴേക്കേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റായി മാറി. അപ്പോൾ വൈകിട്ട് ഞാനും അപ്പയും കൂടെ ഒന്ന് പുറത്തോട്ട് പോയതാണ്. പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഫ്രൂട്ട് ഷോപ്പ് കണ്ടപ്പോൾ അപ്പം നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ പപ്പായ മേടിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രോബെറി വേണോ എന്ന് എന്നോട് എടുത്ത് ചോദിക്കുന്നതാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടു കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഒക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. സ്ട്രോബെറി കിട്ടിയോ? ചരിച്ച് കയറ്റണം കേട്ടോ. വട്ടം കയറ്റരുത്, ഇങ്ങനെ തന്നെ കയറ്റണം. എന്നാ അവിടെ സ്ട്രോബെറിക്ക് വില? അവിടെ 80 rupees ഒക്കെ. ഇത് 50 തന്നെയാണ്. ആണോ? ഓ, നല്ല ഫ്രഷ് ആണല്ലോ ഇത്. ആ, 2 ഉണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ആണോ? അയ്യോ, എന്നാ 2 വേണ്ട. ഇത് തന്നെ കുറെ ഉണ്ട്. ഇത് മതി. അതിനകത്ത് ഇട്ടോ. ചെല്ലുമ്പോ ചിയാ സീഡ് പുഡിംഗ് ഉണ്ടാക്കാം. അമ്മ എന്നാ പോരാഞ്ഞ്? പെയിന്റ് ഇടണ കണ്ടില്ലേ? മുരിയാക്കോച്ചേട്ടന്റെ കോണി ടിന്നുകളാ. 6 ടിന്നായി ഇതിനോടകം. 4 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് എമൽഷൻ ഇനിയും കിടക്കണം ബാക്ക് സൈഡോടെ. പെയിന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെ 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 അതെ. പെയിന്റ് ഇട്ടോണ്ടിരിക്കുവാണ്. പെയിന്റിംഗ് ഇൻ പ്രോഗ്രസ്. അതെ, കിച്ചൺ ഭാഗം നോക്കാം അവിടെ. അതെ 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 അതെ. അന്നാ ഇഴുകലി പിടിച്ചിരുന്ന. എല്ലാം ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഓരോ കോട്ട് ചിലയിടത്ത് മാത്രമേ 2 കോട്ട് ഇട്ടിട്ടുള്ളൂ. ജനലിനൊന്നും ഇട്ടില്ല കേട്ടോ. ഭിത്തിയിലും സീലിംഗിലും കഴിഞ്ഞിട്ട് ജനലിന്റെ വാതിലിലേക്കും കയറുള്ളൂ. ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോഴാ അതിന്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഞാൻ 5 മണിക്കല്ലേ കഴിയുള്ളൂ. പിന്നെ ഇവിടേക്ക് അടുക്കി പറക്കാൻ അതാ പോരാതിരുന്നു. കഴിക്കാം. വനിതാ ദിനായിട്ട് പെയിന്റിംഗ് അണ്ണാൻ
കുര്യാക്ക എന്നോട് പറയാ ഒരു ചെറുത് കുഞ്ഞിതിലെ നടപ്പാണ് അതിനെ പിടിച്ചു തരാൻ ചേച്ചിക്ക് നോക്കാമെങ്കിൽ ഞാൻ പറഞ്ഞു. അതാ പെയിന്റ് ചെയ്യണ ചേട്ടൻ. ആ പെയിന്റ് ചെയ്യണ ചേട്ടൻ. പുള്ളിയുടെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ടെന്ന്. 22 കിളികളൊറ്റ ഉണ്ടെന്ന്. പെനേരി കൊടുക്കണ കാര്യമൊക്കെ പറഞ്ഞുകൂടെ. പോരേട്ടാ കയറി പോരെ. എന്റെ അമ്മ പതിവില്ലാതെ ഇഡലി സാമ്പാറും ഒക്കെ വെച്ചേ. അല്ല അത് പെയിന്റിങ് നടക്കുമല്ലേ, വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അടുക്കളയിലൊക്കെ എല്ലാം വാരി ഇട്ടേക്കും. എനിക്ക് തണ്ണിമത്തങ്ങ മാത്രം മതി കേട്ടോ. അത് മാത്രം തിന്നാൻ പറ്റില്ല. ഇത് ഭയങ്കര ചൂട്. അതാ എറണാകുളത്തൊക്കെ എന്നാ ചൂടാന്നറിയോ. ഇവിടെ സുഖാടി വെച്ചാ ഇവിടെ അത്ര ഹ്യൂമിഡിറ്റി ഇല്ല. ഹ്യൂമിഡിറ്റി തീരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും സുഖ. പിന്നെയും മരമച്ച് മച്ച് നോക്കിയാ സീലിംഗ് ആണോ? ഓ ഇതൊക്കെ സീലിംഗും ടച്ചുണ്ട് മച്ച. നല്ല തിളക്കമൊക്കെ ഉണ്ട്. ഏറ്റവും ഭംഗിയുള്ള ഭാഗം അത് നോക്കി. അതും കാണാം. ഞാൻ അവിടെ വന്ന് എടുത്തോളാം. പിന്നെ കഴിക്കാം എന്നിട്ട് മതി. ഈ സീലിംഗിന്റെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് എടുത്തതിൽ കൊടുക്കണം നല്ലതായിട്ട്. അത് ഇനി അവിടെ ഇരിക്കാനേ. ഒരെണ്ണം കഴിച്ചേക്കാം. എനിക്കിപ്പോ തണ്ണിമത്തം കഴിക്കാനുള്ള മൂടാ ഉള്ളത്. ചൂടായതുകൊണ്ടാ, പൊരിഞ്ഞ ചൂടാ. വെക്കാം. ഇവിടെ വെള്ളം വീഴും അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ട്. ഫ്രിഡ്ജില് ഇരുന്നാണ്. തണുപ്പുണ്ട് കേട്ടോ. നന്നായി. അപ്പ ഇന്നലെ ജോർജിയേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ച. നാളെ ഒരെണ്ണം മേടിച്ചോട്ടോ. അപ്പൊ ഇതുപോലെ ചൂടത്തെ. നേരത്തെ എത്രയായിരുന്നു? അപ്പൊ ഞാൻ തണ്ണിമത്തങ്ങ മതി. അത് കഴിക്കാനാ ഇൻട്രസ്റ്റ് കൂടുതല. വേറൊന്നും കൊണ്ടല്ല, ചൂട് സഹിക്കാൻ വയ്യ. പ്രത്യേകിച്ച് എറണാകുളത്ത് അൺബീറ്റബിൾ ചൂടാണ്. വലിയ ഹ്യൂമിഡിറ്റി ഇല്ല അവിടെ. ഇഡലി ഞാൻ ചുമ്മാ എടുത്തു എന്നുള്ളൂ. എനിക്ക് അത് കഴിക്കാനപ്പം മൂടുള്ള. അതുകൊണ്ടല്ല, അമ്മയുടെ ഇഡലി എപ്പോഴും നല്ല ഇഡലിയാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ചൂട് കാരണം എനിക്ക് ഇതൊന്നും ഇപ്പം കഴിക്കാൻ തോന്നുന്നില്ല. ധാരാളമായി. ഒറ്റയടിക്ക് തണുപ്പ് അധികം കഴിക്കണ്ടല്ലോ നോക്കാം. എന്തോടെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം എടുത്തോളാവാ. ഒരു ചുടാനുണ്ടതും ചുട്ട് ഫ്രിഡ്ജിട്ട് വെക്കാം. ഞാനിപ്പോൾ വാട്ടർ മെലോണിൻ്റെ ഒരു വലിയ ആരാധികയായി മാറിയേക്കാണ് കേട്ടോ. ഈ ചൂടുകൊണ്ട് തന്നെയാണ് പൊതുവെ എല്ലാവരും അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ വാട്ടർ മെലോൺ, ഓറഞ്ച്, പിന്നെ അതുപോലെ പൈനാപ്പിൾ ഇതൊക്കെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചൂട് തീരെ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് ശരീരത്തിന് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്കിത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വയറ് നിറയ്ക്കുന്നതും ഞാനിപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ്. അത്രയ്ക്കും ചൂടായി നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. വേഗം മഴ പെയ്യട്ടെ എല്ലായിടത്തും. അപ്പോൾ വൈകിട്ട് ഞാൻ ഡിന്നറിന് പകരം കഴിക്കുന്നത് ചിയാ സീഡ് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ വൈകിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ചിയാ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് അധികം സമയം കിട്ടിയില്ല കേട്ടോ സോക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് സോക്കായപ്പോഴേക്കും ഞാൻ എടുത്തു. ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. തണുത്തത് കഴിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ശരിക്കും ഡയറക്റ്റ് തണുപ്പ് അധികം കഴിക്കാതിരിക്കണം നല്ലത്. പക്ഷേ എന്ത് ചെയ്യാം, ചൂട് വന്നിട്ട് വല്ലാത്തൊരു ക്ഷീണം അങ്ങ് തട്ടുമ്പോഴേ വല്ലാത്തൊരു ടെംപ്റ്റേഷൻ ആ തണുത്ത സാധനങ്ങൾ ഇപ്പോൾ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ ചിയാ സീഡ് പുഡിംഗ് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നത്. ഇതിനകത്ത് ഞാൻ സ്ട്രോബെറി പീസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് പഴം ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ചൂടുകാലത്ത് പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കുട്ടി ഒരു വീഡിയോയും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.